മലയാളികൾക്ക് വൻ അവസരം. 3 ലക്ഷം രൂപ വരെ ശമ്പളത്തിൽ ജർമ്മനിയിൽ ജോലി ചെയ്യാം. വിസയും ടിക്കറ്റും സൗജന്യം. എന്താ അതിശയം തോന്നുന്നു? അതിശയിക്കേണ്ട, സത്യമാണ്. ജർമ്മനിയാണ് ഉദ്യോഗാർത്ഥികളെ മാടി വിളിക്കുന്നത്. UK-യും US-ഉം കാനഡയും പോലെ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പഠനത്തിനും ജോലിക്കുമായി പോകുന്ന രാജ്യമാണ് ജർമ്മനി. മികച്ച തൊഴിലവസരങ്ങളാണ് കൂടുതൽ പേരെയും ഇവിടേക്ക് ആകർഷിക്കുന്നത്. ആരോഗ്യ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങളുള്ളത്. 2025ഓടെ നഴ്സിംഗ് മേഖലയിൽ മാത്രം 1.5 ലക്ഷത്തോളം ഒഴിവുകൾ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. സംസ്ഥാന സർക്കാർ മുഖേന മലയാളികൾക്ക് ജർമ്മനിയിൽ നഴ്സിംഗ് മേഖലയിൽ ജോലിക്ക് അവസരം ഒരുക്കുകയാണ് സർക്കാർ സ്ഥാപനമായ ഒഡേപെക്ക്. BSc നഴ്സിംഗ് ആണ് അപേക്ഷിക്കാനുള്ള യോഗ്യത. ജർമ്മനിയിലെ വിവിധ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, വൃദ്ധസദനങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് നിയമനം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ ഓഫ്ലൈൻ ജർമ്മൻ ഭാഷാ പരിശീലനം, അതായത് A1 ലെവൽ മുതൽ B2 ലെവൽ വരെ നൽകും. B1 ലെവൽ മുതൽ പ്രതിമാസ സ്റ്റൈഫൻഡായി 10,000 രൂപ ലഭിക്കും. നഴ്സിംഗിൽ ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് പരിചയം എന്നിവയാണ് യോഗ്യത. കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. 40-ൽ താഴെയായിരിക്കണം പ്രായം. ആദ്യം 3 വർഷത്തെ കരാർ നിയമനം ആയിരിക്കും. കാലാവധി നീട്ടി നൽകും. 2,400 മുതൽ 4,000 യൂറോ, അതായത് 3 ലക്ഷം രൂപ വരെ ആയിരിക്കും ശമ്പളം. ആഴ്ചയിൽ 38.5 മണിക്കൂർ ജോലി ചെയ്യണം. ചില ആശുപത്രികളിൽ 40 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരും. വിമാന ടിക്കറ്റ്, വിസ എന്നിവ സൗജന്യമാണ്. വിസ പ്രോസസ്സിങ്ങും സൗജന്യമായിരിക്കും. ജർമ്മൻ ഗവൺമെൻറ് അതോറിറ്റിയുടെ സൗജന്യ ഡോക്യുമെൻ്റ് ട്രാൻസ്ലേഷൻ, വെരിഫിക്കേഷൻ, ജർമ്മൻ ജീവിതശൈലിയെക്കുറിച്ച് സൗജന്യ പരിശീലനവും ലഭിക്കും. ആദ്യ ശ്രമത്തിൽ തന്നെ B2 ലെവൽ വിജയിക്കുന്നവർക്ക് 430 യൂറോ സമ്മാനവും ലഭിക്കും. കൂടാതെ ഓറിയൻറ്റേഷൻ പരിശീലനവും 2 വർഷത്തേക്ക് തുടർ പരിശീലനവും ലഭിക്കും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് 5 മറക്കരുത്. അതേസമയം കാനഡ ഇന്ത്യയിലെ നയതന്ത്ര ഓഫീസുകളിലെ ഇന്ത്യൻ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. 5 മാസം മുൻപ് 41 കനേഡിയൻ നയതന്ത്രജ്ഞന്മാരെ പിരിച്ചുവിട്ടതിന് പ്രതികാരമായാണ് കാനഡയുടെ ഈ നടപടി. ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ ആവശ്യമായ കനേഡിയൻ ജീവനക്കാർ ഇല്ലെന്നും അതിനാലാണ് അവർക്ക് കീഴിലുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതെന്നും കാനഡ വിശദീകരിക്കുന്നുവെങ്കിലും അതല്ല കാരണം. കനേഡിയന്മാരെ പിരിച്ചുവിട്ടത് തന്നെയാണ് കാരണം. ഡൽഹിയിലെ ഹൈക്കമ്മീഷൻ, മുംബൈ, ചണ്ഡീഗഡ്, ബാംഗ്ലൂർ കോൺസുലേറ്റുകൾ എന്നിവിടങ്ങളിലെ 21 കനേഡിയൻ ജീവനക്കാർ മാത്രമാണുള്ളത്. ഇതിന് ആനുപാതികമായി ഇന്ത്യൻ ജീവനക്കാരുടെ എണ്ണം കുറച്ചെന്നാണ് കാനഡ വിശദീകരിക്കുന്നത്. എത്ര ജീവനക്കാരെ പിരിച്ചുവിട്ടെന്ന് കാനഡ വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിലെ കോൺസുലർ സേവനങ്ങളും വ്യാപാര ബിസിനസ് നടപടികളും തുടരും. വിസ അപേക്ഷാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും. ഇന്ത്യൻ പൗരന്മാർക്ക് കാനഡ സന്ദർശിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും തടസ്സമില്ലെന്നും കനേഡിയൻ ഗവൺമെൻറ് പറയുന്നു.